ഈ ദേശീയ അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ സാധാരണ എപ്പോഴും എല്ലാ വർഷവും വിവാദങ്ങൾ ഉണ്ടാവാറുണ്ട്. അതോട് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് ബൈ പ്രോഡക്റ്റ് അനുബന്ധമായിട്ട് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത്തവണ അതെപ്പോഴും ഉണ്ടാകുന്നത് അവാർഡ് കിട്ടാത്തവരാണ് ഈ കുശുമ്പും മുന്നായ്മയൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നത്. പക്ഷേ ഇത്തവണ അവാർഡ് കിട്ടിയവരാണ് വിവാദങ്ങൾക്ക് തിരികൊളുത്തി വിട്ടിരിക്കുന്നത്. എന്താണ് അങ്ങനൊരു പ്രതിഭാസത്തിന്റെ കാരണം? അല്ല, നമ്മളത് കുശുമ്പും മുന്നായ്മ എന്നൊന്നും പറയണ്ട. കാരണം എന്താണെന്നറിയോ, കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞാണല്ലോ. അതെ. ഒരു കലാസൃഷ്ടി ഒരാൾക്കാർ ഉണ്ടാക്കുമ്പോൾ നമ്മളും തന്നെ നമ്മുടെ കൂട്ടത്തിലുള്ളവരും തന്നെ ഒരു സിനിമ ഉണ്ടാക്കണം. ഒരു 99% ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് സിനിമയിൽ എന്തെങ്കിലും ചെയ്യണം എന്ന് എന്തെങ്കിലും രീതിയിൽ താല്പര്യമുള്ള ആളുകളായിരിക്കും. ടെക്നീഷ്യന്മാരായിട്ടോ അഭിനയിക്കാനായിരിക്കും അങ്ങനെയുള്ള ആളുകളായിരിക്കും. അപ്പോൾ ഈ അങ്ങനെയുള്ളവരുടെ ഒരു കലാസൃഷ്ടി വളരെ പ്രതീക്ഷയോടുകൂടി ദേശീയ അവാർഡിന് സമർപ്പിക്കുകയാണ്. അപ്പോൾ ദേശീയ അവാർഡിന് സമർപ്പിക്കുന്ന ഒരു കലാസൃഷ്ടിയിൽ അവർക്ക് അത്രമാത്രം വിശ്വാസം ഉണ്ടായിട്ടായിരിക്കും അതയക്കുന്നത്. പക്ഷേ ഈ അവിടെ ചെല്ലുന്ന കലാസൃഷ്ടിയെ സ്വാഭാവികമായിട്ടും അവിടുത്തെ ജൂറി അംഗങ്ങൾ മറ്റ് കലാസൃഷ്ടികളുമായിട്ട് താരതമ്യം ചെയ്തിട്ടാണ് അതിൻ്റെ മൂല്യം അളക്കുക. അപ്പം അങ്ങനെ ആണ് പല സിനിമകളും തള്ളിപ്പോകാറുള്ളത്. പിന്നീട് വരുന്ന വിവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജൂറിയുടെ മുന്നിലേക്ക് എത്തിയ സിനിമകൾ പലതും ജൂറി കണ്ടില്ല, ജൂറി ശരിക്ക് വിലയിരുത്താതെയാണ് ആ സിനിമ തള്ളിക്കളഞ്ഞത് എന്നൊരു പരാമർശം ഉണ്ടാകാറുണ്ട്. അത് പലപ്പോഴും ശരിയാണ് എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. മുൻപ് ജൂറിയിലിരുന്ന പല ആളുകളും പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഈ ജൂറിയുടെ മുന്നിലേക്ക് വരുന്ന സിനിമകളുടെ എണ്ണം അത് കാലക്രമേണ കൂടി വരികയാണ്. അതിൻ്റെ സ്ക്രൂട്ടിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ സ്ക്രൂട്ടിനി ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ മികച്ച സിനിമകൾ എന്ന് തള്ളിക്കളയേണ്ട സിനിമകളല്ല എന്ന് കരുതുന്ന സിനിമകളെല്ലാം ഈ അന്തിമ ജൂറിയുടെ മുന്നിലേക്ക് വരുമ്പോഴാണ് അവർ പ്രതിസന്ധിയിലായി പോണത്. ഈ ജൂറി എന്ന് പറയുന്നത് കുറച്ച് ദിവസങ്ങൾ മാത്രമേ അവർക്ക് സമയമുള്ളൂ. സിനിമകളുടെ എണ്ണം കൂടുതലാണ്. ഈ കുറച്ച് ദിവസത്തിനുള്ളിൽ ഈ സിനിമകൾ മുഴുവൻ കാണണം, കണ്ട സിനിമകളുടെ വിലയിരുത്തലുകൾ നടത്തണം. അതിനുശേഷം ഇവർ 3 പേരാണെങ്കിൽ 3 പേര്, 5 പേരാണെങ്കിൽ 5 പേര്, ഇവരൊക്കെ ഇരുന്ന് വളഞ്ഞുകൂടി ഇരുന്നിട്ട് ഇതിൽ അന്തിമമായിട്ട് ആർക്കൊക്കെ അവാർഡ് കൊടുക്കണം, ഏതൊക്കെ ചിത്രങ്ങൾ അവാർഡിന് അർഹമാണ് എന്നതിനെക്കുറിച്ച് ഒരു തീരുമാനത്തിലെത്തണം. അപ്പോൾ ചില മികച്ച ചിത്രങ്ങൾ തള്ളിപ്പോയിരിക്കാം, ചില അത്ര മികച്ചതല്ലാത്ത സിനിമകൾക്ക് അവാർഡ് കൊടുത്തിട്ടുണ്ടാകാം. അത് ജൂറിയുടെ വിവേചനാധികാരമാണ്. ജൂറിക്ക് സ്വാഭാവികമായിട്ടും ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ താല്പര്യങ്ങൾക്കനുസരിച്ചൊക്കെയാണ് ജൂറി എല്ലാ കാലത്തും അത് എല്ലാ സംസ്ഥാനങ്ങളിലും. കേരളത്തിൽ ഇടതുപക്ഷ ചായ്വുള്ള സിനിമകൾക്ക് അവാർഡുകൾ കിട്ടാറില്ല. അപ്പം ആ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ താല്പര്യങ്ങൾക്കനുസരിച്ചും ഒക്കെ അവാർഡുകൾ പരിഗണിക്കാറൊക്കെ ഉണ്ട്. അതൊരു വസ്തുതയാണ്. ഇല്ലാന്ന് എത്ര പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അങ്ങനെ ഒരു വസ്തുതയുണ്ട്. അപ്പോൾ ഇവിടെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 71ാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചതിന് ശേഷം തള്ളിപ്പോയ സിനിമയുടെ സംവിധായകനോ അല്ലെങ്കിൽ ഒഴിവാക്കപ്പെട്ട സിനിമയുടെ ടെക്നീഷ്യന്മാരോ അല്ലെങ്കിൽ അഭിനേതാവോ ഒന്നുമല്ല ഇപ്പോൾ ഒരു പരാതിയുമായിട്ട് മുന്നോട്ട് വന്നത്. പരാതി എന്നതിനപ്പുറത്തേക്ക് ഒരു ആശങ്ക എന്ന് കൂടി നമ്മൾ പറയണം. ഉർവശിയാണ്. ഉർവശി അറിയാം, ഒരു അഭിപ്രായ വ്യത്യാസമില്ലാതെ നമുക്ക് പറയാം, ഇന്ത്യയിലെ മികച്ച നടിമാരിൽ ഒരാളാണ് ഉർവശി എന്ന കാര്യത്തിൽ നമുക്കൊരു സംശയമില്ല. നമുക്കൊരു അഭിമാനം കൂടിയാണ് ഉർവശിയുടെ. ഇത്തവണത്തെ അവാർഡ് ഉർവശിക്ക് ദേശീയ അവാർഡുണ്ട്. ഉർവശിക്ക് മറ്റൊന്നുമല്ല, സഹനടിക്കുള്ളതാണ് ദേശീയ അവാർഡ്. അപ്പോൾ ഉർവശി ചോദിക്കുന്ന ഒരു കാര്യം, എന്താണ് ഈ സഹനടി എന്ന് പറയുന്ന കാറ്റഗറി? സ്വാഭാവികമായിട്ടുള്ള ചോദ്യമാണ്. എങ്ങനെയാണ് നടി എന്നല്ലാതെ ഒരു സഹനടി, അല്ലെങ്കിൽ പിന്നെ അവർ ചെയ്യുന്ന ലീഡിങ് റോള്, സപ്പോർട്ടിങ് റോള്, അങ്ങനെ എന്തെങ്കിലും റോളുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഓസ്കാറിലൊക്കെ കൊടുക്കുന്ന പോലുള്ള ഒരു സംഭവം കൊടുക്കണം. പക്ഷേ ഇവിടെ അതുമല്ല സംഭവിച്ചിരിക്കുന്നത്. ഉർവശിയുടെ പ്രധാന ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉർവശി പറയണത് ഈ നമ്മുടെ കുട്ടേട്ടൻ വിജയരാഘവൻ ചേട്ടൻ, വിജയരാഘവന് പൂക്കാലം എന്ന് പറയുന്ന സിനിമയിലെ അദ്ദേഹത്തിൻ്റെ അഭിനയത്തിന് നമുക്ക് ആർക്കും ഒരു സംശയമില്ല, അദ്ദേഹം മികച്ച അഭിനയം കാഴ്ചവെച്ചൊരു സിനിമയാണ് അതിനകത്തുള്ളത്. ഷാറുഖ് ഖാന് മികച്ച നടന് കൊടുത്തു. ഈ വിജയരാഘവന് എന്തുകൊണ്ട് ആ ഒരു കാറ്റഗറിയിൽ പരിഗണിച്ചില്ല എന്നുള്ളതാണ് ചോദ്യം. ഞാൻ നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സീനിലൊക്കെ വന്നിട്ട് ഞെട്ടിച്ചു പോയ ആളുകൾക്ക് ലോകത്ത് മികച്ച നടനുള്ള അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ മുന്നിൽ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് അങ്ങനെ ചില കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു സിനിമയിൽ ത്രൂ ഔട്ട് വേഷം ചെയ്തപ്പോൾ അയാളെ മെയിൻ നായകനായിട്ടല്ല അയാൾ ആ സിനിമയിൽ വേഷം ചെയ്തെങ്കിൽ പോലും ആളുടെ അഭിനയത്തെ നമ്മൾ കണക്ക് കൂട്ടിയിട്ട് മികച്ച നടനാണോ നടിയാണോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിൽ നമ്മൾ പരിഗണിക്കണം എന്നുള്ളതാണ് ഉർവശി പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റ്. എന്തുകൊണ്ടാണ് വിജയരാഘവൻ സഹനടനായി പോയത്, ഷാറൂഖിനൊപ്പം എന്തുകൊണ്ടത് പരിഗണിച്ചില്ല എന്നുള്ളത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ മികച്ച നടൻ 2 പേർക്കാണ്. അത് തുല്യമായിട്ട് വീതിച്ചു കൊടുക്കുകയാണ് ചെയ്തത്.
റാണി മുഖർജിയോടൊപ്പം എന്തുകൊണ്ട് മറ്റൊരു നടി വന്നില്ല എന്നൊരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട്. റാണി മുഖർജി മികച്ച നടിയായി, അതോടൊപ്പം അതേ ലെവലിൽ മറ്റൊരു നടിയെ ഇവർക്ക് കണ്ടെത്താൻ സാധിച്ചില്ലേ? അങ്ങനെ ഒരു നടിയില്ലേ? ഉർവശി ഇൻഡയറക്റ്റായിട്ട് ചോദിച്ചത് എന്നെ എന്തുകൊണ്ട് അതിൽ പരിഗണിച്ചുകൂടാ എന്നുള്ളതാണ് ഉർവശിയോട് ചോദിച്ചത്. അതാണ് ഇവിടുത്തെ പ്രശ്നം. ലീഡിംഗ് റോളിലുള്ള ആളുകളെ മാത്രമാണ് മികച്ച നടനും നടിയായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അല്ല, ടാഗിലുള്ള പ്രശ്നമാണ്. ടാഗിലുള്ള പ്രശ്നമാണത്. അഭിനയ മികവിനല്ല അംഗീകാരം കൊടുക്കുന്നത്, അവർ ചെയ്ത ക്യാരക്ടറിനാണ് അംഗീകാരം കൊടുക്കുന്നത്. ക്യാരക്ടർ റോൾ എന്താണോ ആ റോൾ വെച്ചാണ് ഓരോന്നും പരിഗണിക്കുന്നത്. അങ്ങനെയാണ് ഉർവശി സഹനടിയായി പോയത്. ഉർവശിക്ക് ഇതിനു മുമ്പും കിട്ടിയിട്ടുണ്ട്. അച്ചുവിൻ്റെ അമ്മ എന്ന് പറഞ്ഞ സിനിമയിൽ ഉർവശിക്ക് സഹനടിക്കുള്ള ദേശീയ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോഴും മികച്ച നടിക്കുള്ള അവാർഡിന്റെ ഒരു കാറ്റഗറിയിലും സഹ എന്നുള്ളത് വരുന്നതടുത്താണ് ഇവരുടെ പ്രശ്നം വരുന്നത്. അപ്പോൾ ഒന്നുകിൽ ആ കാര്യം ഒന്ന് പുനഃപരിശോധിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. ഈ സഹ വേണ്ടതാണോ വേണ്ടാത്തതാണോ എന്നുള്ളത്. അതായത് ഒരു സപ്പോർട്ടിംഗ് റോളിലുള്ള മികച്ച നടി എന്നുള്ള രീതിയിൽ അതന്നെ. അപ്പോൾ ഈ വിഷയം ഉർവശി ഉന്നയിച്ചത് ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ്. അതിൽ അവർ പറയുന്ന അടുത്ത ഡയലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സുരേഷ് ഗോപി ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ കേന്ദ്ര ജൂറിയുമായിട്ടൊന്ന് സംസാരിച്ചിട്ട് ഇതിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതൊന്ന് പറഞ്ഞു തരണം എന്നുള്ളതാണ്. സുരേഷ് ഗോപിയുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ളതാണ് ഉർവശിക്ക്. അപ്പോൾ ഉർവശിക്ക് കൃത്യമായിട്ട് സുരേഷ് ഗോപിയുടെ അടുത്ത് ഈ കാര്യം ആവശ്യപ്പെടാവുന്നതേ ഉള്ളൂ. അങ്ങനെ ആവശ്യപ്പെട്ടു എന്ന് നമുക്ക് കരുതിയാൽ മതി. പക്ഷേ സുരേഷ് ഗോപി ഇതിനകത്ത് എടുക്കുന്ന ഒരു നിലപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇപ്പോൾ കന്യാസ്ത്രീ വിഷയമായിക്കോട്ടെ മറ്റെന്ത് വിഷയമായിക്കോട്ടെ, ഒരു വിഷയത്തിലും സുരേഷ് ഗോപി പരസ്യമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ്. സുരേഷ് ഗോപി എന്താണെന്നറിയില്ല, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വിവാദപരമായ ഒരു പരിപാടികളിലേക്കും പോകേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു നിർദ്ദേശം ഉണ്ടായിട്ടുണ്ടാവണം. നിങ്ങൾ കേന്ദ്രമന്ത്രിയാണ്, ഈ വിവാദമായ കാര്യങ്ങളിൽ പോയിട്ട് വെറുതെ ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടാവണം. അങ്ങനെ ആയിരിക്കാം ഒരു പക്ഷേ സുരേഷ് ഗോപി ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊന്നും തൻ്റേതായ നിലപാടുകൾ പറയാതെ, അല്ലെങ്കിൽ മൈക്കും കൊണ്ട് മാധ്യമപ്രവർത്തകർ നിന്ന് കഴിഞ്ഞാൽ പറയാനുള്ള കാര്യം മുഴുവൻ പറഞ്ഞിട്ടേ പോകാം. പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായി വന്നതിന് ശേഷമാണ് ഈ മാറ്റം നമുക്കത് എടുത്തു കാണാൻ നമ്മുടെ ശ്രദ്ധയപ്പെട്ടത്. അപ്പം ശരിയായിരിക്കാം ഒരുപക്ഷെ BJP നേതൃത്വം, സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ട് രാജീവ് ചന്ദ്രശേഖറിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടാവും. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഈ സംസ്ഥാനത്തുള്ള പല BJP നേതാക്കളും മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യുന്നുണ്ട്, അതിനുള്ളൊരു വഴി ഒരുക്കരുത്, അതുകൊണ്ട് അവരോടെല്ലാം മിണ്ടാതെ പൊക്കോളാൻ പറയണം, മാധ്യമങ്ങളെ കണ്ടു കഴിഞ്ഞാൽ സലാം പറഞ്ഞ് വിട്ടേക്കാൻ പറയണം എന്ന് പറഞ്ഞു വേണം. ഒരുപക്ഷെ ഈ കേരളത്തിൽ ഈ നമ്മുടെ ദേശീയ അവാർഡുമായി ബന്ധപ്പെട്ടിട്ട് ഉർവശിയും മറ്റു പലരും, ഈ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിജയരാഘവന്റെ കേസിൽ പല ആളുകളും ഇതേ കാര്യം പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. വിജയരാഘവന്റെ അഭിനയം വളരെ മികച്ചതാണ്, അദ്ദേഹത്തിന് ദേശീയ അവാർഡ് കിട്ടേണ്ടതാണ്. ദേശീയ അവാർഡ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മികച്ച നടനുള്ള അവാർഡ് അദ്ദേഹത്തിന് കിട്ടേണ്ടതാണ്. നിർഭാഗ്യവശാൽ അത് കിട്ടിയില്ല. ജൂറിയുടെ അവരുടെ വിവേചനാധികാരമാണെങ്കിൽ പോലും അത് അവരുടെ രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചോ അവരുടെ അധികാരം ഉപയോഗിച്ചു എന്ന രീതിയിലാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ കാലങ്ങളിൽ ഉള്ള പോലെ തന്നെ ഈ 71ാമത്തെ ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനവും വിവാദത്തിലേക്കാവുകയാണ്. പക്ഷേ ഈ വിവാദത്തിന് ഒരു അടിസ്ഥാനം ഉണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പരിശോധിക്കാം, അല്ലെങ്കിൽ നമുക്ക് പറയാം ഇതിലെ ടാഗ് ലൈനുകളിൽ കുറച്ച് മാറ്റങ്ങൾ, കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്താൻ തയ്യാറാവുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.